അദ്ദേഹം പറഞ്ഞത് ഒരു വസ്തുതയായിട്ടാണ് തോന്നുന്നത്. കാരണം താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് വിഷയത്തിൽ ബിഗ് ബോസിനെ ആക്ഷേപിച്ച ആളാണ് ഇത് പല ആൾക്കാരും ഈ വിവരക്കേട് ആക്ഷേപിച്ച ആളാണ് താങ്കൾ. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? അത് നോക്കിയാൽ കാണേണ്ടത് ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. അതിന് വേറെ വാക്കില്ല എൻ്റെ നിഘണ്ടുവിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണ പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗംഭീരമായിട്ടുള്ള കോമഡികൾ, എന്തൊക്കെയാണെങ്കിലും മാധ്യമങ്ങൾക്ക് ഇത് ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്. ഏതെങ്കിലും ഒരാളുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് എതിരെ എന്തെങ്കിലും ഒരു ആരോപണമായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമ്മിലെടുപ്പിക്കുന്ന പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഒരു വല്ലാത്ത പ്രവണത മുന്നിലേക്ക് വെച്ച് തരുന്നുണ്ട്. ചില ആളുകളെ സൈബർ അറ്റാക്കിന് അല്ലെങ്കിൽ ഷെയ്മിങ്ങിന് ഇട്ടുകൊടുക്കുന്ന രീതിയിലേക്ക്, അയ്യോ അവരൊക്കെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, അവരൊക്കെ ഇലക്ഷനിൽ നിന്ന് എന്തൊരു മോശമാണ്, ഇവരെ നിങ്ങൾ അപമാനിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്ന രീതിയിലേക്കുള്ള ചില പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് അത് ആരൊക്കെയാണെന്ന് പറഞ്ഞാലും അത് ആരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ കൂടെ അയാളങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചേക്കുക. വോട്ട് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ എടുക്കേണ്ട സംഗതിയാണെന്നുണ്ടെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ നമ്മളെ സേവിക്കാൻ എന്നുള്ള രീതിയിലേക്കൊക്കെ കടന്നു വരുന്ന എല്ലാ ആളുകളെയും അങ്ങ് പ്രോത്സാഹിപ്പിച്ചേക്കണം. അല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാരണവന്മാർ ഭരിക്കുന്ന കൂട്ടങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സ് കാരണം പുതിയ ആളുകൾക്ക് വരാൻ പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് വരുന്ന എല്ലാ ആളുകളെയും, അതിപ്പോൾ വീണ നായരാണ് എന്നുണ്ടെങ്കിലും മറ്റേ കൃഷ്ണപ്രിയോ ലക്ഷ്മിപ്രിയോ അദ്ദേഹം ആണ് എന്നുണ്ടെങ്കിലും അഖിൽ മാരാറാണ് എന്നുണ്ടെങ്കിലും റോബിൻ രാധാകൃഷ്ണൻ ആണ് എന്നുണ്ടെങ്കിലും എല്ലാവരെയും അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചേക്കണം. ഇത് എല്ലാ ആളുകൾക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു ഇടമാണ് എന്നുള്ളത് ആളുകൾക്ക് തോന്നുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമൊക്കെ തന്നെയാണ്. ജനാധിപത്യമാണല്ലോ, നമ്മളത് മറന്നു പോകരുത്. കുറേ അമ്പ്രാക്കന്മാർ ഇടയ്ക്കൊക്കെ വന്നിട്ട് പത്രസമ്മേളനത്തിൽ ചോദിക്കണം, അല്ലാത്തപ്പോൾ ചോദിക്കരുത്, മര്യാദയില്ലടാ നിനക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ കണ്ടു മടുത്തതുകൊണ്ടാണ്. ഇനി അഖിൽ മാരാറെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന പദവിയൊന്നും ആരും അനുവദിച്ച് തന്നിട്ടില്ല എങ്കിൽ കൂടെ കുറേ വർഷങ്ങൾക്ക് മുൻപ് അഖിൽ മാരാറുടെ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് റീഡ് ചെയ്ത് എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട് വലിയ കാര്യമായിട്ടുള്ള സൈബർ അറ്റാക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മോ എന്തൊരു തെറിവിളിയായിരുന്നു അന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അഖിൽ മാരാറ് എനിക്ക് വലിയ കാര്യമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിന് എനിക്ക് വലിയ കാര്യമായിട്ട് അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയായിരുന്നു 2022 എന്നുള്ളത് എനിക്ക് അറിയാഞ്ഞ നന്നായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എനിക്ക് ബയാസുകളില്ലാതെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റി. അത് അറിയാതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയെ ഞാൻ വിലയിരുത്തിയത്. അതൊരു പ്രൊപ്പഗാൻഡ, സംഘപരിവാർ പ്രൊപ്പഗാൻഡ സിനിമ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് അരാഷ്ട്രീയം പറയുന്ന സിനിമയാണെന്ന് ആളുകൾ ആരോപിച്ച സമയത്ത് എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അത് കോൺഗ്രസും അല്ലെങ്കിൽ CPIM ഒക്കെ വളരെ മോശമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആക്രമണ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അഴിമതി രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു, BJP പിന്നെ കോമഡിയാണ്. ആഫ്റ്റർ ഓൾ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇതിൽ കോമഡിയാണെന്നുണ്ടെങ്കിലും BJP ആണ് ഓക്കെ എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലേക്കാണ്. ഒരു സിനിമ ഒരു ഗംഭീര കോമഡി സിനിമ തന്നെയാണ്. അന്നത്തെ റിവ്യൂ ഞാനൊന്ന് പ്ലേ ചെയ്യാം. എന്നിട്ട് അഖിൽ മാരാർക്കെതിരെ നടക്കുന്ന ചില അനാവശ്യമായിട്ടുള്ള സൈബർ അറ്റാക്കുകളെ കുറിച്ചിട്ട് അഖിൽ മാരാറുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അവസരം കൊടുക്കണം, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു പക്ഷത്താണ് നിലവിൽ ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ചായ്വിനെ ഞാൻ വളരെ പുച്ഛത്തോടെ നോക്കി കാണുന്നു. പക്ഷേ ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ അദ്ദേഹം മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നതിനെ ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അത് അഖിൽ മാരാറല്ല, ആരാണെന്ന് പറഞ്ഞാലും ധൈര്യമായിട്ട് ഇറങ്ങി വന്നേ. ഏതായാലും ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. അന്നത്തെ ആ ഒരു അനാലിസിസിൽ, ആ ഒരു റിവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അഭിപ്രായമായിട്ട് പറയുക. നവാഗതനായ സംവിധായകൻ അഖിൽ മാരാർ എഴുതി സംവിധാനം ചെയ്ത് ജോജു ജോർജ്, അജു വർഗീസ്, ഷമ്മി തിലകൻ, മേജർ രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് ഒരു താത്വിക അവലോകനം. ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടി എന്ന അതുല്യ പ്രതിഭ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ കൂടെ പറഞ്ഞ ഒരു ഡയലോഗാണ് ഈ ഒരു സിനിമയുടെ പേരിന് ആസ്പദമായ സംഭവം എന്നുള്ളതാണ് സംവിധായകൻ പലയിടത്തായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കുന്നത്, മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്, ഇത് ഇപ്പോഴുള്ള കറന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷനെ വളരെ ഹാസ്യാത്മകമായിട്ട് സമീപിച്ച് ആ തരത്തിലുള്ള ഒരു മുഴുനീള വിമർശനം സമ്മാനിക്കുന്ന ചിത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് 3 പാർട്ടികളെ സമാസമം
ആക്ഷേപിക്കുന്ന രീതിയിലായിരിക്കും സിനിമ എന്ന് വിചാരിക്കുന്നത് നമ്മൾക്ക് ആദ്യം തന്നെ മനസ്സിലാവും ഇതൊരു 100% കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സിനിമയാണ്. അതുപോലെ തന്നെ ചില വർഗീയ പാർട്ടികളെ അവിടെ ഇവിടേക്ക് നിസ്സാരവൽക്കരിക്കാനായിട്ടുള്ള ശ്രമങ്ങളും അത് തമാശ രൂപേണ അത് വെറും തമാശയല്ലേ എന്നുള്ള രീതിയിലൊക്കെ സിനിമയിൽ അവിടെ ഇവിടെയായിട്ട് കാണിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ഒരു സിനിമയിൽ തിരക്കഥയിലോ അല്ലെങ്കിൽ സിനിമയുടെ കഥയിലോ കാര്യമായിട്ടുള്ള പണികളൊന്നും നടത്തിയിട്ടില്ല. അവരുടെ പ്രൊപ്പഗാൻഡ സംസാരിക്കാനായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്ത് സംസാരിക്കാനായിട്ടും അല്ലെങ്കിൽ ഇവിടെയുള്ള കേരളത്തിൽ നടന്ന അഴിമതികൾ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ നടന്നിട്ടുള്ള ആ സമയത്ത് നടന്നിട്ടുള്ള അഴിമതികൾ പറയാനായിട്ടുള്ള സിറ്റുവേഷൻസ് മേക്ക് ചെയ്യുക മാത്രമാണ് ഇവരുടെ തിരക്കഥയിൽ പൂർണ്ണമായിട്ട് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ബോറടിപ്പിക്കുന്ന നിലയിലേക്ക് ഓരോ സമയവും പ്രസംഗങ്ങളാണ് ഈ ഒരു സിനിമയിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നായകന്റെ പ്രസംഗം, അതുപോലെ തന്നെ സഹനായകന്റെ പ്രസംഗം. ഈ ഒരു പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് കുറേയധികം വിമർശകർ ചിന്തിക്കും ഈ ഒരു സിനിമ രാഷ്ട്രീയവാദം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുള്ളത്. ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന് അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അദ്ദേഹത്തിന്റെ സിനിമയിൽ കൊണ്ടുവരുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അതല്ല ഈ ഒരു സിനിമയിൽ കൊടുക്കുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു കണക്കാണ്. കോൺഗ്രസും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിഭീകരമാണ്, BJP അല്ല കോമഡിയാണ്, അതുകൊണ്ട് BJP ആണ് ബെസ്റ്റ് എന്നുള്ള തരത്തിലുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു സിനിമയിൽ കൂടെ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ രാഷ്ട്രീയം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കുറേയധികം ഹിന്റുകൾ ഇവർ ഒരു സിനിമയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ ശബരിമല വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു, അവർ സ്ത്രീകളോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതുപോലെ തന്നെ ദൈവത്തിനെ കുറെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ സ്പോയിലേഴ്സ് ആണെന്ന് അറിയാം, നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്തോളുക. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കറുപ്പെടുത്ത് ശബരിമലയിലേക്ക് നയിക്കുന്നതും അവിടെ അയ്യപ്പനെ പ്രത്യക്ഷപ്പെടുത്തുന്നതും ഒക്കെ സംവിധായകന്റെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് വേണമെങ്കിൽ കുറേയധികം ആളുകൾക്ക് കരുതാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാലും ഈ ഒരു സിനിമയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഏറ്റവും അരോചകമായിട്ട് തോന്നിയത് സിനിമയിൽ ഉടനീളം അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് സംസാരിക്കുകയും സിനിമയിലെ നായകൻ അധികാരികളുടെ ഒരു അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു ഇരയായി മാറുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുന്നതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ സഹനായകൻ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, അവിടെയും നിയമന തട്ടിപ്പുകൾ കാരണം അദ്ദേഹത്തിന് ഉയർന്നു വരാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ സിനിമയിൽ നായകൻ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ആ ഒരു സീനിൽ തന്നെ കാണിക്കുന്ന അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തുന്നതായിട്ടാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് വളരെ മോശമായിട്ടുള്ള ചില നടപടികൾ, മൊത്തത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങനെയാണ് എന്നുള്ള തരത്തിലേക്കുള്ള ചില അടിച്ചേൽപ്പിക്കലുകൾ. അതുപോലെ തന്നെ നായകൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഘോരമായിട്ടുള്ള ഒരു പ്രസംഗത്തിൽ അധികാരം കിട്ടിയതിനു ശേഷം പറയുന്നത് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ജനാധിപത്യ രാജ്യത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനെയൊക്കെ കൂടെ കൊണ്ടുവരുന്നു, അയ്യപ്പൻ പ്രത്യക്ഷപ്പെടുന്നു, കറുപ്പെടുത്തു പോകുന്നു, മൊത്തത്തിൽ ജഗബോഹ മേളം. സിനിമയുടെ രാഷ്ട്രീയം എല്ലാ ആളുകൾക്കും മനസ്സിലാവും. ഈ ഒരു സിനിമയുടെ കഥയിലും തിരക്കഥയിലും ഒന്നും അധികം നോക്കണ്ട, നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉള്ള കോൺഫിഡൻസോടെ അവതരിപ്പിച്ച ഒരു സിനിമയാണ്. പക്ഷെ ഇത് കാലം തെറ്റി വന്ന സിനിമയാണ്. ഇത് മുൻപേ പ്ലാൻ ചെയ്ത സിനിമയാണ്. ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടെ പ്ലാൻ ചെയ്ത സിനിമ ആയിരിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരാളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ബേസ്ഡ് ആവണം എന്ന് യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല. നിർബന്ധങ്ങൾ എന്നല്ല, അങ്ങനെ ഒരു ആവശ്യം തന്നെയില്ല. നിങ്ങൾക്കല്ലാതെ തന്നെ കൃത്യമായിട്ട് ഓരോ കാര്യത്തിലും വിഷയാധിഷ്ഠിതമായിട്ടുള്ള പക്ഷങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഈ പാർട്ടി ബേസ്ഡ് ആയിട്ട് മാത്രം ചിന്തിക്കുന്ന രാഷ്ട്രീയം പറയുന്ന ആളുകൾ മാത്രം, രാഷ്ട്രബോധമുള്ള ആളുകൾ, ബാക്കിയുള്ള ആളുകൾ അരാഷ്ട്രീയവാദികൾ എന്നുള്ള കമ്മിപക്ഷവും ഞാൻ പിടിക്കുന്നില്ല. പക്ഷേ അരാഷ്ട്രീയവാദം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പാർട്ടി ബേസ്ഡ് അല്ല, അല്ലാത്ത ഒന്നിലും താല്പര്യമില്ലാത്ത ഒരു അരാഷ്ട്രീയവാദം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ അവർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. പക്ഷെ ആ ഒരു തേങ്ങ കൂടുതലായിട്ടും എപ്പോഴും ചെന്ന് വീഴുക തീവ്ര വലതുപക്ഷത്തിൻ്റെ സൈഡിലായിരിക്കും. അഖിൽ മാരാർക്ക് സംഭവിച്ചതും അത്രയൊക്കെ ഉള്ളൂ. കാരണം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അവബോധമില്ലാത്തതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ, നാട്ടിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഒന്നും സീറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയാണെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെ സേവിക്കാമെന്നുള്ള ഒരു ചിന്ത, ജനങ്ങളെ സേവിക്കാമെന്നുള്ളത് സദുദ്ദേശപരമായിട്ടുള്ള ചിന്തയാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ചിന്ത കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഒരു തവണ മത്സര രംഗത്തേക്ക് വരുന്നത്. സദുദ്ദേശപരമായിട്ടുള്ള ചിന്തയാണ് എന്നുണ്ടെങ്കിലും അതിനുവേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ സംഭവമാണ്. ആ ഒരു തീവ്ര വലതുപക്ഷത്ത് നിന്നിട്ട് നമ്മൾക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ജനസേവകനാവാം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ശുദ്ധ കോമഡി തന്നെയാണ്. എന്നാലും ഈ ഒരു സംവിധാനത്തിൽ ഒന്ന് ട്രൈ ചെയ്യാനായിട്ടൊരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ശ്രമം നടത്തുന്നതിനെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേടിക്കൊടുത്ത ഒരു പരാമർശത്തിലേക്ക് അടക്കുകയാണ്. അതിൽ അദ്ദേഹം പിഷാരടിയുമായിട്ട്, രമേശ് പിഷാരടിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അതിന് ശരിക്കും അനാവശ്യമായിട്ടുള്ള ഒത്തിരിയധികം ഹെയ്റ്റ് അഖിൽ മാരാർക്കെതിരെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല, അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും. ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്കൊരു സീറ്റ് ചിലപ്പോൾ കിട്ടും. അത്രയും. അതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് അയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. പിന്നെ ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാഞ്ഞത്? അപ്പോൾ ഈ രാഷ്ട്രീയം അഖിൽ മാരാർ പറഞ്ഞൊരു അഭിപ്രായം, അതിനകത്ത് ഇപ്പോൾ വലിയ വിമർശനങ്ങളുടെ സാധ്യത തന്നെ ഞാൻ കാണുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ഇത്ര അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. അദ്ദേഹം രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കുന്ന ഒരു സാധാരണ ജനമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂടെ അദ്ദേഹം ഇത് പറയുന്നതിനകത്ത് എന്താണ് പ്രശ്നം?
ഇപ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടില്ലേ, ഈ സീറ്റ് വീതം വെക്കുന്ന സമയത്തൊക്കെ അനർഹരായിട്ടുള്ള ചില ആളുകൾക്ക് കിട്ടുന്നു, ചില ആളുകളൊക്കെ വെറുതെ അടികൊള്ളുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറില്ല. എൻ്റെ പ്രിയ കൂട്ടുകാരൻ അലോഷ്യസ് ഒക്കെ എന്ത് കാര്യമായിട്ട് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ സീറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരിയധികം പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉദ്ദേശിച്ചങ്ങ് പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ അഖിൽ മാരാറുടെ സ്റ്റോറിയൊക്കെ പറയുന്ന സമയത്ത്, പിന്നീട് അദ്ദേഹം കൊട്ടാരക്കരയിൽ ചെയ്ത കാര്യങ്ങൾ, നടത്തിയ ചില ശ്രമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ശരിയാണ്, ആ ചങ്ങാതി രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിലേക്ക് നേരിട്ട് ഇടപെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം സ്വലാഭത്തിന് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ചെയ്തതാണോ, ഫേമസ് ആകാൻ ചെയ്തതാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ഒരു കാര്യം. പക്ഷെ അദ്ദേഹം ആ ഒരു ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്, പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ അഖിൽ മാരാറായി പോയി, ബിഗ് ബോസിൽ പോയി. അതുകൊണ്ട് നീ ആഠ്യന്മാർ നയിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിലേക്ക് മത്സരിക്കേണ്ട എന്നൊക്കെ പറയുന്ന ചില ലൈനിലുള്ള വിമർശനങ്ങളോട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ അഖിൽ മാരാറെ വിമർശിക്കുന്ന കുറേയധികം ആളുകൾ പകരക്കാരായിട്ട് ആരെയാണ് വെക്കുന്നത്? ഓക്കെ, അഖിലിന് മത്സരിക്കാൻ യോഗ്യതയില്ല, അപ്പോൾ യോഗ്യന്മാരായിട്ടുള്ള ആളുകളെ ആരെയാണ് നിങ്ങൾ അണിനിരത്തിയിട്ടുള്ളത്? എല്ലാ ആളുകൾക്കും കുറ്റവും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ പല ആളുകളുടെയും പല പരാമർശങ്ങളും പല സമീപനങ്ങളും അവരുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സീസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇത് ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ബിഗ് ബോസിൽ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോയ അഖിൽ മാരാറാണ് ബാക്കിയുള്ള ആളുകളെ വെച്ച് നോക്കുന്ന സമയത്ത്, നിലപാടുകളുടെ കാര്യത്തിലും ബാക്കിയുള്ള ചില കാര്യങ്ങളുടെ കാര്യം വെച്ച് നോക്കുന്ന സമയത്തും പിന്നെയും ഭേദം. അപ്പോൾ അയാൾ മത്സരിക്കട്ടെ, വോട്ട് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഓവർ റിയാക്ഷൻ ഉണ്ടല്ലോ, അതിലൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. പിഷാരടിയും അഖിൽ മാരാറും തമ്മിലുള്ള വ്യത്യാസം, ഈ നേതൃത്വത്തിലേക്കൊക്കെ മത്സരിക്കുന്ന ആളുകൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിഷാരടിക്ക് അത് നന്നായിട്ട് അറിയാം. അതുപോലെ തോമസ് ഐസക് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് അപഹരിച്ച സമയത്തും അഖിൽ മാരാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സമയത്തും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ, ആളുകളെ വെറുപ്പിക്കാത്ത രീതിയിൽ, അഹങ്കാരി എന്നുള്ള ചീത്തപ്പേര് കേൾപ്പിക്കാത്ത രീതിയിൽ ഒതുക്കി വിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് രാഷ്ട്രീയത്തിൽ വേണ്ടതാണ്. അഖിലിന് ആ ഒരു സംഗതിയില്ല. അഖിൽ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനല്ല. അഖിൽ പലപ്പോഴും സാധാരണ ജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാധാരണ കുരുട്ടുബുദ്ധിക്കാരനായിട്ട് നമ്മളെയൊക്കെ പോലെ തന്നെ പെരുമാറുന്നതുകൊണ്ടാണ് ഈ വാക്കുകളിൽ മിതത്വം ഉണ്ടാവാത്തത്. അഖിലിയുടെ പോസ്റ്റ് വായിക്കുകയാണ്. പിഷാരടിയും അഖിൽ മാരാറും തമ്മിലുള്ള വ്യത്യാസം. പിഷാരടി നാളിതുവരെ ഒരു ജനകീയ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കേസിൽ പോലും പ്രതിയായിട്ടില്ല. സ്വന്തം കാര്യം നോക്കി കോടികൾ സമ്പാദിച്ച് ജീവിതവും കുടുംബവും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് തന്നാൽ മത്സരിക്കാം, ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ് വീണ്ടും അധികാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയിൽ MLA ആയി മാറി ഒരേ സമയം മമ്മൂക്കയുടെ താല്പര്യം അതേസമയം ആന്റോ ജോസഫിന്റെ താല്പര്യം സംരക്ഷിച്ച് സിനിമാ മേഖലയിലും തുടർന്ന് സജീവമായി പോകാനുള്ള ശ്രമം. ലാഭമല്ലാതെ പിഷാരടിക്ക് യാതൊരു നഷ്ടവും ഈ തീരുമാനം കൊണ്ട് വരുന്നില്ല. അതേസമയം CPM-ന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കോൺഗ്രസിന് ഒരു സീറ്റ് പിടിച്ച് കൊടുക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഈ പാർട്ടിയോടുണ്ട് എന്ന് കരുതാം. ഇപ്പോൾ കാശ് കൊടുത്ത് MLA ആവാൻ പോയതുപോലെ ഉണ്ട്. ഷാഫി പറമ്പിൽ പിഷാരടിക്ക് വിറ്റ പാലക്കാട് സീറ്റ് തോൽക്കുമെന്ന് തോന്നുമ്പോൾ CPM അവിടെ BJP-യുമായി ഡീൽ വെച്ചെന്ന് പറയാൻ നാണമില്ല എന്ന ചോദ്യം മാത്രം. ഇനി അഖിൽ മാരാർ ആരാണ് എന്നൊക്കെ പറയുകയാണ്. 2012 മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവം, നിരവധി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു, നിരവധി സമരങ്ങൾ, അക്കാലത്ത് മാത്രം 13 കേസുകൾ, CPM ആക്രമണത്തിൽ തല തകർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരൻ. രക്ഷാപ്രവർത്തനം അന്നും ഉണ്ടായിരുന്നു. സ്വതന്ത്രനായി ഇടത് കോട്ടയിൽ മത്സരിച്ച് 1500 വോട്ടുകൾ നേടി. അതൊക്കെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, 1500 വോട്ടുകൾ എന്നൊക്കെ പറയുന്നത്. തുടർന്ന് കൊട്ടാരക്കരയിൽ പ്രാദേശിക വിഷയങ്ങളിൽ സജീവ ഇടപെടൽ, CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതി. ഭീകരം തന്നെ. 2 തവണ വധശ്രമത്തിനിരയായ വാദി. സിനിമ എഴുതി സംവിധാനം ചെയ്തതും കേരള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന, ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധിക്ഷേപിക്കുന്നതുമായിട്ടുള്ള താത്വിക അവലോകനം എന്ന സിനിമയെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ പോകും മുമ്പ് സമ്പാദ്യം ശൂന്യം, വീടില്ല, സ്വന്തമായി ആകെയുള്ളത് കൂട്ടുകാരൻ ലോൺ ഇട്ടെടുത്ത ഒരു വാഹനം മാത്രം. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളെയും നോക്കാൻ ബിഗ് ബോസിൽ പോയത് ജയിക്കുമെന്ന് കരുതിയല്ല, കിട്ടുന്ന ശമ്പളം കടം തീർക്കാനെങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് കരുതി മാത്രം. എന്നെ പിഷാരടിയുമായി താരതമ്യം ചെയ്യരുത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ പോലീസിന്റെ അടികൊണ്ട കോൺഗ്രസ്സുകാർ പിഷാരടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇത്ര നാൾ മറ്റുള്ളവരെ ചിരിപ്പിച്ച പിഷാരടി ഉള്ളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടാകും, മണ്ടന്മാർ. അഖിലിന്റെ പക്വതക്കുറവ് ഇവിടെ വെളിവാകും എന്നുണ്ടെങ്കിലും അഖിൽ പറഞ്ഞതിനകത്ത് കൃത്യമായിട്ടുള്ള പോയിന്റുകളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ആബാലവൃദ്ധം, അഭ്യസ്ത വിദ്യരായിട്ടുള്ള പ്രബുദ്ധ ജനത വീണ്ടും ചോദിക്കുകയാണ്, അഖിൽ മാരാർക്ക് നിലപാടുണ്ടോ? ഈ നിലപാടുണ്ടോ എന്നൊക്കെ അളക്കാൻ വേണ്ടി അവരൊരു ടെസ്റ്റ് നടത്തി. ആ ഒരു ടെസ്റ്റ് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിൽ പോകത്തില്ല എന്ന് പറഞ്ഞു, പിന്നീട് ബിഗ് ബോസിൽ പോയല്ലോ. പിന്നെ ഇത് അന്താരാഷ്ട്ര കാര്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഒരു വസ്തുതയായിട്ടാണ് തോന്നുന്നത്. കാരണം താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് വിഷയത്തിൽ ബിഗ് ബോസിനെ ആക്ഷേപിച്ച ആളാണ് ഇത് പല ആൾക്കാരും ഈ വിവരക്കേട് താങ്കൾ. ഇതൊക്കെ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കാണുന്ന സമയത്ത് അയ്യേ എന്നായി പോകും. ബിഗ് ബോസിൽ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയല്ലോ. അതും ഇതുമൊക്കെ ആയിട്ട് എന്ത് ബന്ധം? ഓക്കെ, അതൊക്കെ ഒരു വലിയ നിലപാടിൻ്റെ ഒരു സൂചനയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കാമെന്നുണ്ടെങ്കിലും
ഇപ്പം നമ്മളിൽ പല ആളുകളും ഗതികെടുന്ന സമയത്ത് അല്ലെങ്കിൽ പട്ടിണിയാവുന്ന സമയത്ത് പണമില്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മുടെ ആദർശങ്ങളെയൊക്കെ മാറ്റി വയ്ക്കും. വടക്കൻ കേരളത്തിലെ ഗർജിക്കുന്ന പാർട്ടി സിംഗോ ആയിരുന്ന ക്യൂബ മുകുന്ദൻ കൊക്കോകോള വിരുദ്ധൻ UAE പോയത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെയൊക്കെ നടക്കും. ഇപ്പം എന്ത് ചെയ്യാം? കൊക്കോകോളയ്ക്ക് എതിരാണെങ്കിൽ ഒഴിച്ച് കുടിക്കേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. അവിടെയൊക്കെ നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് നോക്കിക്കാണണം. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അയാൾ പോയാലും വന്നാലും ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ബാധിക്കുന്നില്ല. അയാളുടെ കുടുംബത്തിന് 10 കാശ് കിട്ടും. അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അയാളെയൊക്കെ പോലെ ഒരാൾ കൂടി ഈ കേരള സമൂഹത്തിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കൂടെ നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അയാൾക്കിപ്പോൾ നല്ല നീക്കിരിപ്പൊക്കെ ഇല്ലേ? അത് വീട് നിലപാട് എന്നൊക്കെ പറയുന്നത് ചോദ്യം ചെയ്യേണ്ടത് ഈ ഒരു മറ്റേ ചാണകക്കുഴിയുടെ വക്കത്ത് പോയി നിന്നിട്ടുള്ള നിലപാട് പറയുന്ന സമയത്തൊക്കെയാണ്. ഈ 2020 എന്നൊക്കെ പറയുന്ന പരിപാടി വർണ്ണം വാരി വിതറിയ വേഷമൊക്കെ ധരിച്ച് അഖിൽമാരാർ പ്രചരണത്തിനായിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് സഹതാപം തോന്നുന്നത് ഈ 2020 വരാൻ വേണ്ടിയായിരുന്നോ ഇതിനു മുൻപ് ഇത്ര പെടാപ്പാട് പെട്ടത്? പല വിഷയങ്ങളിലും അഖിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, ജനങ്ങളുടെ കൂടെ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വലിയ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനം നടത്തിയിട്ടുണ്ട്. വയനാട് കേസിലൊക്കെ അഖിൽ കണക്കുകൾ കൊണ്ട് പൂണ്ട് വിളയാടുകയായിരുന്നു. അതൊക്കെ ചെയ്തത് ഈ 2020 ഒരു സീറ്റിന് വേണ്ടി ആയിരുന്നോ എന്നുള്ളത് അഖിലിനെ കാണുന്ന സമയത്ത് വിഷമത്തോടെ ഞാൻ ഓർക്കാറുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്ത ലക്ഷ്മി പ്രിയയ്ക്കും അതേപോലെ തന്നെ വീണ നായർക്കും ഒക്കെ വെറുതെ വഴിക്കടെ പോയ സമയത്ത് കിട്ടിയ സീറ്റ്, അതേപോലുള്ള ഒരു പാർട്ടിയിൽ ഒരു സീറ്റിന് വേണ്ടി അഖിൽ ഈ പെടാപ്പാട് പെട്ടതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഇനി ഭരിക്കുന്ന പാർട്ടിയിലെ പ്രമുഖനായിട്ടുള്ള പാർട്ടിയുടെ ഗർജിക്കുന്ന സിംഹം പിണറായി വിജയൻ സഖാവിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ന്യൂനതയും അദ്ദേഹത്തിൻ്റെ ആകെയുള്ള ഒരു സമ്പാദ്യവുമായിട്ടുള്ള മൊരട്ട സ്വഭാവം, സ്ഥലകാല ബോധരഹിതനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്ത് എപ്പോൾ എവിടെ സംസാരിക്കണമെന്നുള്ളത് അറിയില്ല. ഭയങ്കര ധാർഷ്ട്യമാണ്. മൈക്ക് ഓഫായി പോയി കഴിഞ്ഞാൽ ധാർഷ്ട്യം, ആരെങ്കിലും കുറച്ച് സമയം പ്രസംഗിച്ച് കഴിഞ്ഞാൽ ധാർഷ്ട്യം, പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരിയധികം സമയം അവരുടെ തിരിക്കാനായിട്ടുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. എന്നാലും ആരോടാണോ കയർത്ത് സംസാരിക്കുന്നത് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വേദനയെക്കുറിച്ചിട്ട് ഈ ചെങ്ങായി ചിന്തിക്കുന്നില്ല. അവരിൽ പല ആളുകളും തിരിച്ചു പറയാത്തത് താങ്കളിരിക്കുന്ന ഒരു പൊസിഷനെ കണ്ടും താങ്കൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ കണ്ടുമൊക്കെയാണ്. പിണറായി വിജയൻ അല്ലെങ്കിൽ വിജയൻ എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് പിണറായി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പോലും ഒരു സപ്പോർട്ടുണ്ട്. വെറും ഒരു വിജയനായിട്ട് എന്നെയൊക്കെ പോലെ ഉള്ള ഒരു പേരുള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ പല ആളുകളെയും പോലെ ഒരു പേരുള്ള ഒരാളായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ പിന്തുണയൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുമോ? അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രിവിലേജുകളിൽ നിന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ധാർഷ്ട്യം കാണിക്കുന്നത്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതെന്തൊരു വർത്താനാണ്? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അത് ഒരു നല്ല ഭാഷയാണോ? നിങ്ങൾക്കൊരാളോട് ദേഷ്യപ്പെടാനായിട്ട് വേറെ എന്തൊക്കെ വഴികളുണ്ട്? ഇപ്പോൾ ആണോ ഇത് ചോദിക്കുന്നത്? എന്നോട് ഇതിപ്പോൾ ചോദിക്കാനായിട്ട് നിനക്ക് ഇവിടുന്ന് ധൈര്യം വന്നു എന്നൊക്കെ ചോദിച്ചാലും അതിനകത്തൊരു അന്തസ്സും മാന്യതയൊക്കെ ഉണ്ട്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന്. അതേപോലെ ചെറ്റ പരാമർശമൊക്കെ വന്നതും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. അത് നോക്കിയാൽ കാണേണ്ടത് ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. അതിന് വേറെ വാക്കില്ല എൻ്റെ നിഘണ്ടുവിൽ. അദ്ദേഹത്തിന് നിഘണ്ടുവിൽ വേറെ വാക്കൊന്നുമില്ല. ധാർഷ്ട്യക്കാരന്മാരാണ്. CPM-ലെ കുറേയധികം ആളുകൾ ധാർഷ്ട്യക്കാരന്മാരാണ്. ഇതേ ധാർഷ്ട്യവും ഇവരുടെ ആ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർ വലിയ പണ്ഡിത സമൂഹമാണ് എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട്. ഇവരൊരു ആസ്ഥാന പണ്ഡിത സമൂഹമാണ്. ഇൻ്റലക്ച്വൽ എലീറ്റിസം എന്നൊക്കെ നമ്മൾ പറയും. ഈ ഭയങ്കര അറിവ് നേടിയ ആളുകൾ, ഇപ്പോൾ MA ബേബി, അതേപോലെ തന്നെ തോമസ് ഐസക്ക്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഭയങ്കര ഇൻ്റലക്ച്വൽസ് ആണ്. നമ്മളത് അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷെ ഒട്ടും ജനകീയരല്ല. സാധാരണ ജനവുമായിട്ട് സംസാരിക്കാൻ ഇവർക്കറിയില്ല. രമേശ് പിഷാരടിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരു ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും ഉണ്ട് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള റോൾ. അദ്ദേഹത്തിന് അവസരമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ്. അദ്ദേഹം ഒരു കോമാളി നടനായിട്ടൊക്കെയാണ് തോമസ് ഐസക്ക് ജിക്ക് തോന്നിയത്. അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഈ MA ബേബി, തോമസ് ഐസക്ക്, സ്വരാജ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഭയങ്കര ഇൻ്റലക്ച്വൽ പരിപാടി പിടിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒട്ടും ജനകീയരല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്വരാജിന് പോലും ആ ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കില്ല. കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഇത്ര വലിയ പണ്ഡിതൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഞങ്ങളുടെ പ്രധാനമന്ത്രി മോദിജി അവിടെ ഇരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓടയിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കി ചായ അടിച്ച ആൾക്കാർക്ക് കൊടുത്ത് ജീവിച്ചിട്ടുള്ള അങ്ങേര് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇത്ര വലിയ പണ്ഡിതന്മാരുടെ ആവശ്യം നമുക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം സാധാരണ ജനത്തിന് തോന്നും. അപ്പോൾ ഇത് പല ആളുകളും ഒരു പാഠമായിട്ട് എടുക്കേണ്ടതാണ്.
പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷ അനുഭാവികളിലെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചെറുകിട മറ്റേ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സുഹൃത്തുക്കൾ പോലും ഇതൊരു പാഠമായിട്ട് എടുക്കണം. ഈ ചുമ്മാ അനാവശ്യമായിട്ട് റിയാലിറ്റി മനസ്സിലാക്കാതുള്ള ബുദ്ധിജീവി ചമയലും അതേപോലെ തന്നെ കൊടൂര വിമർശനങ്ങളുമൊക്കെ ബാക്കിയുള്ള ആളുകളെ രാഷ്ട്രീയവാദികളാണ്, ഞങ്ങൾ മറ്റേ വേദനിക്കുന്ന ആളുകളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചുമ്മാ ഉള്ള പ്രീണനങ്ങളും അങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് വിഷയാധിഷ്ഠിതമായിട്ട് സംസാരിക്കാനായിട്ടും അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം. എപ്പോഴും പാർട്ടി ക്ലാസ് അല്ല നടത്തേണ്ടത്. ആ ഒരു കപടതയ്ക്കിടയിൽ അഭിനയത്തിൻ്റെ ഇടയിൽ വീണു പോകുന്ന പരിപാടിയാണ് ഇത്ര പ്രശ്നം. ഇപ്പോൾ സാധാരണക്കാരൻ ഈ പറയുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത ഒരാൾ, ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആശയം, നിങ്ങളുടെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് അതിഭീകരമാണ്. അത് അങ്ങനെ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ പറയുന്ന സമയത്താണ് വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്മാരാണ് അങ്ങനെയൊക്കെ പറയും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾ സാധാരണ മനുഷ്യന്മാരാണ് എന്നുള്ള രീതിയിലേക്കുള്ള പരിഗണന അല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മറ്റേ നാട്ട് പ്രമാണിമാരായിട്ട് തന്നെ പരിഗണിക്കപ്പെടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ധാർഷ്ട്യം അല്ലെങ്കിൽ പുച്ഛം പരിഹാസമൊക്കെ വരുന്നത്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.